നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ആക്രമണം, ഇറാൻ തിരിച്ചടിക്കുന്ന ഗൾഫ് മേഖലകളിലേക്ക് തിരിച്ചടി നടത്തുന്ന സാഹചര്യം, ഇതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം. ഈ സംഘർഷം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സമയം ലോകം ചർച്ച ചെയ്യുന്നത് മറ്റൊരു സംഘർഷത്തെക്കുറിച്ചായിരിക്കുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷമാണ്. പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണ് എന്നും പാക് താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് താലിബാൻ ഭരണകൂടമാണ് എന്നും ആരോപിച്ചുകൊണ്ട് നിരവധി തവണ അഫ്ഗാനിസ്ഥാൻ്റെ വ്യോമ അതിർത്തി പോലും ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന് പലതവണ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് താലിബാൻ ഭരണകൂടം. അവർക്ക് വ്യോമസേനയോ യുദ്ധവിമാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ശക്തമായി തന്നെ വ്യോമാക്രമണത്തിലൂടെ മറുപടി കൊടുക്കുകയാണ് താലിബാൻ. അതിന് അവർ ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ്. ആധുനികമായ ഡ്രോണുകൾ ഉപയോഗിച്ച് താലിബാൻ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് പാകിസ്ഥാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഗൾഫ് യുദ്ധം കാരണം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ, മറുഭാഗത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ. ഇതിനെല്ലാം അപ്പുറമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരിടുന്ന തിരിച്ചടികൾ. ഇത് പാകിസ്ഥാൻ സർക്കാരിനെ വല്ലാതെ കുഴപ്പത്തിലാക്കുകയാണ്. അതായത് ഈ ഭീകര സംഘടനകളുടെ ഉത്തരവാദിത്വം അഫ്ഗാനിസ്ഥാനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തി. ആ ആക്രമണത്തിന് താലിബാൻ ഓർക്കാപ്പുറത്ത് തിരിച്ചടിയും നൽകുന്നുണ്ട്. ഈ തിരിച്ചടിക്ക് വീണ്ടും തിരിച്ചടി നൽകാതിരിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയില്ല. കാരണം ജനങ്ങളെ ഭയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആക്രമണം നടത്തുന്നു. പക്ഷേ ശക്തമായ ആക്രമണം തന്നെ തിരിച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ കൃത്യമായി തന്നെ ഡ്രോൺ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് കഴിഞ്ഞ ദിവസം ക്വറ്റയിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 കുട്ടികൾ മരിച്ചിരുന്നു. കൊഹാട്ടിലും റാവൽപിണ്ടിയിലുമെല്ലാം കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ പാകിസ്ഥാനുള്ളിൽ അപ്രതീക്ഷിതമായി അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തുകയാണ്. ചില ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോഴും അവയുടെ അവശിഷ്ടങ്ങൾ വീണ് കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പാകിസ്ഥാനിൽ. എന്നാൽ ഇതിന് ശക്തമായി പാകിസ്ഥാനും തിരിച്ചടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഡ്രോൺ സംഭരണശാല തകർത്തു എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഒരു വിമാനത്താവളം ആക്രമിച്ചു. ആ വിമാനത്താവളത്തിൽ ഒരു പ്രൈവറ്റ് എയർവേസിൻ്റെ ഇന്ധന സംഭരണിയിലാണ് ആക്രമണം അത് കാര്യമായി ബാധിച്ചത്. ഇന്ധന സംഭരണി നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം വ്യാപകമായി ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിർത്തിയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ കനത്ത പോരാട്ടം ഇരു രാജ്യങ്ങളുടെയും സൈന്യം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ എവിടെയും ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോൾ താലിബാന് വന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾക്കെല്ലാം തിരിച്ചടി നൽകേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും മറ്റും വീണ് പാകിസ്ഥാനിന് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ, അതായത് നിലവിലുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം മീഡിയേറ്റർ കൺട്രീസ് എന്ന രീതിയിൽ, അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനായി ഇടനിലക്കാരായി രംഗത്ത് വന്ന രാജ്യങ്ങൾ, അത് ഖത്തറും സൗദി അറേബ്യയും ഒമാനും ഒക്കെയാണ്. ഈ പറയുന്ന രാജ്യങ്ങൾ ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ചെറുക്കാനായി ഇപ്പോൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനും അതുപോലെ പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, അതിൽ മീഡിയേഷൻ വഹിക്കാനൊന്നും ആ രാജ്യങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലാത്ത അവസ്ഥയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പഴയ പോലെ താലിബാനെ കയറി അടിച്ചിട്ട് മിണ്ടാതെ വീരവാദം പറഞ്ഞിരിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. കൃത്യമായ ആക്രമണവും തിരിച്ചടിയുമെല്ലാം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.